അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. താങ്ക് യു ഗൈസ്. ഒരു 3 ചോദ്യം, ഒരു പൊളി ചോദ്യം, 3 പൊളി ചോദ്യം. ദൈവം ഉണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ? കാണിച്ചു തരാമോ? കമോൺ. ആർക്കറിയാം? നിങ്ങൾ ഈ +2 പോകുമ്പോൾ, +3 പോകുമ്പോൾ, ഡിഗ്രിക്ക് പോകുമ്പോൾ ഒക്കെ പിന്നെ സ്കൂളിലുള്ള പിള്ളേർ, കോളേജിലുള്ള പിള്ളേർ ചോദിക്കും, വീരന്റെ കൈലാസ്ത്രം, പള്ളി, പ്രാർത്ഥന, പോയി പണി നോക്കാൻ പറയുന്നേ. ദൈവം ഉണ്ടോ? ഉണ്ട്. ദൈവം ഉണ്ടോ? ഒന്നാമത്തെ ചോദ്യം. 2, ഉണ്ടെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് 2:30 ചേട്ടാ സംസാരിക്കൂലേ? അങ്ങനെയാണോ? വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു വാക്യം പഠിച്ചോണ്ട് വന്നു, മിണ്ടാതിരുന്ന് ദൈവം നിറഞ്ഞുകൊള്ളുവിൻ. നിങ്ങളുടെ വീട്ടിലാണെന്ന് ചുമ്മാ വിചാരിക്കൂ. ഈ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നത് നിങ്ങളുടെ ഭർത്താവിന്റെ അനിയനായിട്ട് വരുമെന്ന് വിചാരിച്ചോളൂ. അപ്പൊ തന്നെ താനെ ശബ്ദം ഉയരും. കമോൺ. ദൈവം ഉണ്ടോ? ആളുകൾ ചോദിക്കുന്ന ചോദ്യം. പിള്ളേരൊക്കെ പോവും. നമ്മുടെ പയ്യന്മാരില്ലേ, അമ്മ സ്കൂളിലും കോളേജിലൊക്കെ ചെല്ലുമ്പോൾ അമ്മമാരുടെ സംശയമാണ്. വീട്ടിൽ വന്ന് ചോദിക്കും, അമ്മേ ദൈവം ഉണ്ടോ? അമ്മ ഞെട്ടും, കർത്താവേ, ഇവനെ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയി, സൺഡേ സ്കൂളിൽ കൊണ്ടുപോയിട്ട് അവൻ ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചല്ലോ. പാസ്റ്ററെ വിളി. ഇതിനൊന്നും പാസ്റ്ററെ വിളിക്കണ്ട. പിള്ളേരുടെ സംശയമാണ്. അവന്മാർ ചോദിക്കും കോളേജ് ചെല്ലുമ്പോൾ, ദൈവം ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അടിച്ച. അപ്പൊ എന്റെ ആദ്യത്തെ ഉത്തരം സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം, ദൈവം ഉണ്ടോ? ഉണ്ട്. കാണാൻ പറ്റുമോ? പറ്റൂലേ? പറ്റൂടെ? സമാധാനപ്പെട്. കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്, ഒരു ചിന്ന ഡൗട്ടാണ്. നിങ്ങളുടെ അടുത്ത് പറയാം, നിങ്ങൾ രഹസ്യമായിരിക്കണം, ആരോടും പറയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങളോട് ഞാൻ പറയാം. ദൈവമില്ല എന്ന് ആളുകൾ പറയുന്നത് ദൈവത്തെ അവർ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയല്ലേ? എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞ് നമുക്ക് ഇരിക്കാം. എന്തെങ്കിലുമൊക്കെ പറയും. നിങ്ങൾ ദൈവമില്ല എന്ന് പറയുന്നത്, ഇവിടെ 2-3 പിള്ളേരും കൂടെ വന്നിരിക്കുമോ പ്ലീസ്, ഇപ്പുറത്ത് 2 ഇവിടെ വന്നിരിക്കുമോ, അല്ലെ കാര്യം വണ്ടി നടക്കില്ല, ഇവരെ കൊണ്ട് ഒരു പ്രതീക്ഷയില്ല, പെട്ടെന്ന് പ്ലീസ് 2 പേരും കൂടെ ഇങ്ങോട്ട് വരുമോ? കണ്ടോ എത്ര നൈസായിട്ട് ഞാൻ വരെ പോക്കി ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിങ്ങൾ കണ്ടുപഠിക്കും നിങ്ങൾ. ഓക്കെ, ഫ്രണ്ടിലോട്ട് വരും. മക്കളെ നിങ്ങളൊന്ന് പറയടാ. നിങ്ങളൊന്ന് പറയും. ദൈവം, നമ്മൾ ദൈവത്തെ ഈ ആഴ്ച ഇങ്ങ് എത്തുവോ? എന്നൊക്കെ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വിളിച്ചപ്പോൾ പെണ്ണ് കാണാൻ വരും പോലെയാണ് വരുന്നത്. എന്തരടെ ഒരു വാതിരി. മക്കളെ, ദൈവം ഉണ്ടോ? ദൈവം, അതാണല്ലോ ചോദ്യം. ദൈവം ഉണ്ടോ? ഇല്ല എന്ന് പറയാൻ കാര്യം എന്താണ്? കണ്ടിട്ടില്ല. അപ്പൊ കണ്ടിട്ടില്ലാത്തത് കൊണ്ടൊന്ന് ദൈവമില്ല. ഞാൻ പറഞ്ഞ ആദ്യമേ പറഞ്ഞ സീക്രട്ട് നിങ്ങളടുത്ത് ഞാൻ പറയാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധം അനുസരിച്ചാണ് പറയണത്, വെളിവിടരുത്. പ്രിയമുള്ളവരെ, എനിക്ക് 46 വയസ്സുണ്ട്. താങ്ക് യു. കണ്ടാ പറയില്ല. പക്ഷെ ഈ 46 വയസ്സിനിടയിൽ എനിക്ക് കിഡ്നി ഇല്ല. എനിക്ക് കിഡ്നി ഇല്ല. പിന്നെ എൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് ഹൃദയമുണ്ടോ എന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി ഹൃദയവും ഇല്ല എന്ന്. അപ്പൊ നിങ്ങൾ രഹസ്യമായിരിക്കണം, കാര്യങ്ങൾ ടോപ്പ് സീക്രട്ട് ആയിരിക്കണം. എനിക്ക് കിഡ്നിയും ഇല്ല, ഹൃദയവും ഇല്ല. നിങ്ങൾ ചോദിക്കൂ, കാരണം എന്താണെന്ന് ചോദിക്കൂ. കാരണം ചോദിക്കൂ. ചേച്ചി ചോദിക്കൂ, കാരണം എന്താണെന്ന് ചോദിക്കൂ. എന്തെങ്കിലും ചോദിക്കുക. അവളുകൾ കച്ച കെട്ടി വന്നിരിക്കുകയാണ്. നിങ്ങൾ ചോദിക്കൂ, എന്തുകൊണ്ടില്ല ചോദിക്കൂ. അല്ല, എന്തുകൊണ്ടില്ല എനിക്ക്, അങ്ങനെ ചോദിക്കൂ. എന്തുകൊണ്ടില്ല? ഞാൻ കണ്ടിട്ടില്ലാത്തോണ്ട്. ഞാൻ കണ്ടിട്ടില്ല. ഇതുണ്ടെങ്കിൽ ആദ്യം കാണേണ്ട ആളാരാണ്? എനിക്ക് കിഡ്നി ഉണ്ടെങ്കിൽ അത് ആദ്യം കാണേണ്ട ആളാരാണ്? അടുത്ത പഞ്ചായത്തിലുള്ള ആളാ ഞാൻ. എനിക്ക് ഹൃദയമുണ്ടെങ്കിൽ അത് ആദ്യം കാണേണ്ടത് ഞാൻ. എല്ലാം കൂടെ 1,37,042 പ്രാവശ്യം ഞാൻ സോപ്പ് തേച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെയും കിഡ്നി ടച്ച് ചെയ്തിട്ടില്ല. അതിനർത്ഥം കിഡ്നി എനിക്കില്ല എന്നുള്ളതാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങൾക്ക് ഡൗട്ട് അടിച്ചല്ലേ, ഇവന് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നോർമലാണോ? ഷാജി പാസ്റ്റർ അടുത്ത് ചോദിക്കാം. നമ്മൾ എങ്ങനത്തെ ഈ പ്രസംഗിക്കാൻ വിളിക്കുന്ന ഏത് കാറ്റഗറിയിലുള്ളവരാണെന്നല്ലേ? കുഴപ്പമില്ല. പുള്ളിയുടെ അടുത്ത് നിങ്ങൾ പൊങ്കാലിടരുത്. ഞാൻ പറഞ്ഞ് തീർത്തിട്ട്. അപ്പൊ ഞാൻ അങ്ങനെ നിങ്ങളടുത്ത് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പറയും, പൊന്നു സാറേ, പൊന്നു ചേട്ടാ, പൊന്നു ബ്രോ, ഇയാൾക്ക് കാണാൻ പറ്റാത്തതൊക്കെ ഇല്ല എന്ന് വിചാരിച്ചാൽ ഇയാൾക്ക് സത്യത്തിൽ കണ്ണിനല്ല കുഴപ്പം, ഇയാൾക്ക് തലയ്ക്കാണ്. അത് ഊളംപാറയെ കൊണ്ടിടേണ്ടി വരും. MBBS ഒക്കെ പഠിച്ച് കഴുത്തിൽ കുഴലൊക്കെ ഇട്ട് ഇങ്ങനെ സെറ്റായിട്ടൊരു ഡോക്ടർ ഇരിക്കും. അയാളടുത്ത് നിന്ന് പറയണം,
അയാൾ പറയും നിങ്ങൾക്ക് കിഡ്നി ഉണ്ട്, അത് താണ്ട അവിടെയാണ് ഇരിക്കുന്നത്, താണ്ട ഇവിടെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ വലിപ്പം ഇത്രയാണ്, അതിൻ്റെ പ്രവർത്തനം ഇത്രയാണ്, എല്ലാം പറഞ്ഞിട്ട് സംശയം തീരാൻ വേണ്ടി പറയും സ്കാൻ ചെയ്യണം ഇല്ലേ. ഇതെല്ലാം കഴിയുമ്പം ഈ കിഡ്നിയുടെ പടവും വരും. അപ്പൊ നമുക്ക് വിശ്വാസമാവും. എൻ്റെ പൊന്നു ചേട്ടന്മാരെ, നമ്മുടെ കൂടെ ജീവിക്കുന്ന ഈ കിഡ്നിയെ കാണാൻ ഒരു സൂത്രം ആവശ്യമാണെങ്കിൽ, നമ്മുടെ കൂടെ നമ്മുടെ അവയവമായ നമ്മുടെ കിഡ്നിയെയും ഹാർട്ടിനെയും കാണാൻ ഒരു സൂത്രം ആവശ്യമാണെങ്കിൽ, നമ്മെയും നമ്മുടെ പിതാക്കന്മാരെയും നമ്മുടെ അപ്പച്ചന്മാരെയും ഈ ലോകത്തെയും ഈ ഭൂമിയെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ദൈവത്തെ കാണാൻ ചുമ്മാ കാണാൻ പറ്റുമെന്ന് വിചാരിക്കാൻ പാടില്ല. അതിന് വിശ്വാസത്തിന്റെ നയനങ്ങൾ ഉള്ളവർക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ചെറിയ ദൈവമല്ല. ആ ചെറിയ ദൈവമെന്ന് വിചാരിക്കണം നമ്മളാണ് ചെറിയവൻ. കാര്യമെന്തെന്നറിയാമോ? വലിയ ദൈവം. മനുഷ്യൻ മലയാളി കുഴിച്ചാൽ വെള്ളവും, അറബി കുഴിച്ചാൽ പെട്രോളും, കൽക്കട്ടക്കാരൻ കുഴിച്ചാൽ കൽക്കറിയും, പിന്നെ ആഫ്രിക്കക്കാരൻ കുഴിച്ചാൽ വജ്രങ്ങളും സ്വർണവും ഭൂമിയുടെ അടിയിൽ ഒളിച്ചിട്ടിരിക്കുന്ന ഈ വലിയ ദൈവം നമ്മളടുത്ത് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ വേണ്ടിയിട്ടാണ്. അത്ര സിമ്പിളായിട്ട് ദൈവം പറഞ്ഞുകൊണ്ട് നമുക്കൊരു ചിന്ത, സത്യത്തിൽ ഇതുണ്ടോ എന്നാണ്. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായി ദൈവം ഉണ്ട്. കാണാനും പറ്റും. ബാക്കി വിവരങ്ങൾ നിങ്ങൾക്ക് പിന്നെ ഞാൻ പറയുന്നതായിരിക്കും. നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. ഇനി 30 മിനിറ്റ് സമയം കൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതെങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് അതിനുള്ള അവസരം ഒത്തു വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വാക്യത്തിലേക്ക് വന്നാൽ എന്താണ് നമ്മുടെ വാക്യം? എന്തായിരുന്നു? എങ്ങനെയോ അങ്ങനെയാവുന്നു യൗവനത്തിലെ മക്കൾ. അപ്പൊ അസ്ത്രങ്ങൾ. അപ്പോ ഒന്ന്, മക്കൾ ആരാണ്? മക്കളെ പറ്റി നിങ്ങളിവിടെ മക്കൾ എന്നുള്ളവരെല്ലാം ആരൊക്കെയാണെന്ന് കൈവർത്താമോ? മക്കൾ എന്നുള്ളവരെല്ലാം താങ്ക് യു. ബാക്കിയുള്ളവരെല്ലാം ചന്തയെന്ന് വാങ്ങിയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചിലർ പൊക്കുന്നില്ല, സംശയം. വീട്ടിൽ ചെന്നിട്ട് ആ റേഷൻ കാർഡൊക്കെ ഒന്ന് എടുത്ത് നോക്കി കേട്ടാ. എടാ പൊന്നണ്ണന്മാരെ, ഒന്ന് കൈ ഉയർത്തി. നിങ്ങൾ മക്കളല്ലേ ആരുടെയെങ്കിലും ഒക്കെ? ഒന്ന് കൈ ഉയർത്തി. മക്കൾ എന്നുള്ളവരല്ല. താങ്ക് യു. നിങ്ങൾ എനിക്ക് നന്ദി പറയണം. നിങ്ങൾ മക്കളാണെന്നുള്ളൊരു ബോധ്യം ഞാൻ ഉണ്ടാക്കി തന്നതിന് താങ്ക് യു. അപ്പൊ നമ്മൾ ആരാണ്? മക്കളാണ്. അപ്പൊ മക്കളായിട്ടുള്ള എല്ലാവരും 1 വയസ്സ് മുതൽ 50 വയസ്സ് വരെ, അല്ലെങ്കിൽ അതിലും വലിയ പ്രായമുള്ളവരുടെ ഉണ്ടല്ലോ, എല്ലാവരും മനസ്സിലാക്കണം നമ്മൾ ആരാണ്? മക്കളാണ്. മക്കളാണെങ്കിലോ നമ്മൾ ആരാണെന്നറിയാമോ? അവകാശികളാണ്. എന്തിനെന്നറിയാമോ? നമ്മുടെ പപ്പയുടെയും അമ്മയുടെയും അവകാശികളാണ്. എൻ്റെ പപ്പ ഒരു പാസ്റ്ററാണ്, നിങ്ങൾക്കറിയാം, പലർക്കും അറിയാം. എൻ്റെ പള്ളിയിൽ കുറെ സൺഡേ സ്കൂൾ പിള്ളേരുണ്ട്. അപ്പൊ എൻ്റെ അമ്മ എന്ത് ചെയ്യുന്നറിയാമോ? അവകാശികൾ. അപ്പൊ എൻ്റെ അമ്മ ഇപ്പം അത്ര വയ്യ, നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന കാലത്ത് സൺഡേ സ്കൂളിനെല്ലാം പിള്ളേർ വരുമ്പോ ഉണ്ടല്ലോ, ആ പിള്ളേരുടെ അടുത്തെല്ലാം എന്ത് പറയുന്നോ? അയ്യോ മോനെ, നീ നിന്നോ നേരത്തെ വന്നത്? അയ്യോ ചക്കര വാവേ മുത്തേ, നീ എന്തിനാ താമസിച്ചു വന്നത്? ഈ കൊച്ചിന്റെ അമ്മയാര്? ഇവൻ ഇങ്ങനെ നല്ല ക്ഷീണിച്ചു വെക്കട്ടെ, ഇവന് ബൂസ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. ചക്കരെ വാവേ മുത്തേ എന്നൊക്കെയാണ് ആരാ വിളിക്കുന്നത്? നിങ്ങൾ എന്തിനാ മിണ്ടൂലടേ? സൺഡേ സ്കൂളിലെ കുട്ടികളെ എന്നെ എന്ത് വിളിക്കും? അങ്ങനെ വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കിട്ട് അവിടെ സൺഡേ സ്കൂളിൽ വിളിക്കണോ? മക്കളെ ചക്കരെ വാവേ. ഞാൻ നോട്ടം വിട്ട് വെച്ചിരുന്നു. ഒരു 5-6 വർഷത്തിന് മുമ്പേ ഈ വീട് സ്ഥലവും പറമ്പും എല്ലാം ഞങ്ങൾ 3 മക്കൾക്ക് വേണ്ടി എഴുതി വെക്കണമെന്ന് പറഞ്ഞ് ഒരു വിൽപ്പത്രം എഴുതാൻ നോക്കി. ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്, ഈ മോനെ മക്കളെ ചക്കര എന്ന് വിളിച്ചവർക്കെല്ലാം വല്ല ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. വായിച്ച് അവസാനം വരെ വന്നിട്ടും മോനെ മക്കളെ ചക്കര കുഞ്ഞെ മുത്തേ വിളിച്ച ആർക്കുമില്ല. പോടാ വാടാ എന്നൊക്കെ വിളിച്ച ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. മറ്റേത് വെറും വിളി. ഇത് അവകാശികൾ. പാസ്റ്റർമാർ പറയാണ്, ഈ ചതി ഞങ്ങളുടെ അടുത്ത് ചെയ്യണ്ടായിരുന്നു. ഞങ്ങൾ ഇനി അടുത്ത ഞായറാഴ്ച സൺഡേ സ്കൂളിൽ പിള്ളേരെ വിളിക്കുമ്പോൾ പിള്ളേർ ഇത് തന്നെ പറയുമെന്ന്. നിങ്ങൾക്ക് ഒരു പണി ഇരിക്കട്ടെ. ഡാൻസ് കളിപ്പിക്കാന്ന് പറഞ്ഞ് ഓണത്തിന് പോകേണ്ട പിള്ളേരെ വിളിച്ചോണ്ട് വന്നില്ലേ നിങ്ങൾ ഇന്ന്? അതിനുള്ളൊരു പണി നിങ്ങൾക്ക് തിരിച്ചു തരണ്ടേ? അങ്ങനെ തന്നെ. അപ്പൊ എല്ലാവരും അറിയാൻ, മക്കൾ അവകാശികളാണെന്ന് പറഞ്ഞാൽ അത് വെറും വാക്കുകൾ കൊണ്ടുള്ള അവകാശമല്ല,
അത് വാക്കുകളിലോ പറച്ചിലിലോ ഒതുങ്ങുന്നതല്ല, അത് ജന്മസിദ്ധമായിട്ട് ലഭിച്ച അവകാശമാണ്. ഒന്നാമത്തെ അർത്ഥം മാനുഷികമായി, നമ്മൾ വ്യക്തിപരമായി നമ്മൾ ഈ ഭൂമിയിലുള്ള നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ അവകാശികളാണെന്നുള്ളത് പോലെ ദൈവത്തിൻ്റെ അവകാശികളും നമ്മൾ തന്നെയാണ്. ഹല്ലേലൂയ, നമ്മൾ അവകാശികളാണ്. പിന്നെ എന്തിനാണ്? നന്മയുടെയും തിന്മയുടെയും അവകാശികളാണ്. അപ്പോൾ വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ, അങ്ങനെയാണ് യൗവനത്തിലെ മക്കൾ. അസ്ത്രത്തിന്റെ പ്രത്യേകത എന്താണ്? അസ്ത്രം നമുക്കതിന് എന്ത് പറയാം? ആരോസ്. ഇംഗ്ലീഷിൽ അതിന് എന്താണ് വാക്ക്? ആരോസ്. ആരോ അല്ല, ആരോസ്. അപ്പൊ ആ വാക്കിന് അത് നമ്മളിങ്ങനെ ഞാനിന്ന് കോവളത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ, ഞാനിവിടെ അടുത്ത് വിദേശ രാജ്യമായ കോവളത്താണ് താമസിക്കുന്നത്. അപ്പൊ അവിടെ ഞാൻ ഇങ്ങോട്ട് ഈ നെയ്യാറ്റിൻകര രാജ്യത്തോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ കുറെ ദൂരം യാത്ര ചെയ്തപ്പോൾ ഉണ്ട് എന്ത് ആരോ കണ്ടു. എന്നറിയാമോ? വ്ളാത്താങ്കര. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വാഴക്കപ്പം, ബജി, ബോണ്ട, ഇവിടെ നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇത് അറിഞ്ഞൊരു ഷാജി പാസ്റ്റർ ഇത് അറിഞ്ഞ് ഞാൻ കോവളത്ത് നാളെ കൊണ്ടുവരൂലായിരുന്നോ സംസാരിക്കാൻ വേണ്ടിയിട്ട്? നമ്മൾ അപ്പം ആരോസ് എന്താണ്? ദിശാസൂചികയാണ്. ചേർന്ന് പറയൂ. അസ്ത്രങ്ങൾ അല്ലെങ്കിൽ ആരോസ്. നമ്പർ 1 ആരോസ് എന്താണ്? കമോൺ, ഒരല്പം കൂടെ ശബ്ദത്തിൽ. എന്താണ് ആരോസ്? എന്തായിരുന്നു ആരോസ്? എന്തായിരുന്നു? കണ്ടോ, ദിശാസൂചിക. മക്കളെ, നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തിന്റെ ദിശാസൂചികകളാണ്. നമ്മുടെ പപ്പയുടെ അമ്മയുടെയും ദിശാസൂചികയാണ്. സഭയുടെ മക്കൾ സഭയുടെ ദിശാസൂചികയാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ദിശാസൂചികയായിരിക്കാനാണ് ദൈവം എന്നെ വിളിച്ചത്. വഴിതെറ്റാതെ പോകുക മാത്രമല്ല, വഴിതെറ്റാതെ മറ്റുള്ളവരെ കൊണ്ടുപോകേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും നമുക്കുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ മക്കളും ഇന്ന് പറയണം, ഞാൻ സാധാരണക്കാരനല്ല, ഞാനൊരു ദിശാസൂചികയാണ്. രണ്ടാമത്തെ എന്തെന്നറിയാമോ? ഈ അസ്ത്രത്തിന്റെ രണ്ടാമത്തെ വലിയ പ്രത്യേകത എന്തെന്നറിയാമോ? ഇത് യുദ്ധത്തിന്റെയും സ്നേഹത്തിന്റെയും അടയാളമാണ്. ഞാൻ പവർ പോയിന്റ് കൊണ്ടുവരണമെന്ന് വിചാരിച്ചു, പിന്നെ ഇവിടെ അതിൻ്റെ ഒരു സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ടും ഞാൻ കൊണ്ടുവന്നില്ല. അല്ലാതെ ഞാൻ മറന്നുപോയതല്ല. ലവ്, ഒരു ഹൃദയം ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് എന്ത് കൊടുക്കൂടെ? നിങ്ങൾ മിണ്ടൂലേ മക്കളെ? നിങ്ങൾ പറയടി, ഈ ഹൃദയത്തിനകത്ത് ഒരു അമ്പ് വരുമല്ലോ, അതിനെന്ത് പറയും? ഭയങ്കര സാധനങ്ങളാണ് കേട്ടോ ഇതെല്ലാം. മിണ്ടുന്നില്ല. പക്ഷെ എൻ്റെ ദൈവമേ, നമിച്ചു നിങ്ങളെ. ഞാൻ അഡ്രസ്സ് തരണേ, ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരാം വീട്ടില്. കണ്ടോ, സ്നേഹത്തിന്റെ സിമ്പൽ എന്താണ്? എപ്പോഴും ഒരസ്ത്രം. ഹൃദയത്തിനകത്ത് ഇങ്ങനെ ഒരു അസ്ത്രം ഇങ്ങനെ പോകും. സ്നേഹത്തിന്റെ ചിന്ത. അപ്പൊ സ്നേഹത്തിനും അടുത്തെന്താണ്? യുദ്ധം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യുദ്ധത്തിന്റെ സിമ്പിൾ ഒരാരോ ഇങ്ങനെ വെക്കും, ഒരാരോ ഇങ്ങനെ വെക്കും. അതാണ് യുദ്ധത്തിന്റെ സിമ്പല്. അപ്പോൾ പോയിന്റ് നമ്പർ 2 മക്കളെ, നിങ്ങൾ ഒരു വീട്ടിലെ സഭയുടെ സ്നേഹത്തിന്റെയും യുദ്ധത്തിന്റെയും അടയാളങ്ങളാണ്. നന്മയുടെയും തിന്മയുടെയും അടയാളങ്ങളാണ്. എന്നെ പോലുള്ള പപ്പമാർക്കും അമ്മമാർക്കും കുറച്ചുകൂടെ ഈ കാര്യം മനസ്സിലാവും. എന്തെന്നറിയാമോ? മക്കളാണ് വീട്ടിലെ യുദ്ധം ഉണ്ടാക്കുന്നവരും യുദ്ധം തീർക്കുന്നവരും. ചിലർ മുകളിലോട്ടൊക്കെ നോക്കണം, ഫാനൊക്കെ ഉണ്ടോന്ന്. നിങ്ങൾ മുകളിലോട്ട് ഏത് അപ്പനും അമ്മയും നോക്കുവോ അപ്പോഴെനിക്ക് മനസ്സിലാവും നിങ്ങൾ അടി കൂടിയിട്ടാണ് വന്നതെന്ന്. അതുകൊണ്ട് ഒരു ഭാവ വ്യത്യാസമില്ല, നിങ്ങൾ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇത് വേറെ ആരെയോ പറ്റി പറയുന്നതാണെന്നുള്ള രീതിയിൽ. താങ്ക് യു. ഇവരെ കണ്ട് പഠിക്കൂ, ഒരു ഭാവ വ്യത്യാസവും ഇല്ല അവർക്ക്. നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കേണ്ടവരല്ല, നിങ്ങൾക്ക് ഓസ്കാർ അവാർഡിന് സമർപ്പിക്കേണ്ടവരെ വ്യക്തികളാണ്. നിങ്ങളെ ലോകം നമിക്കുന്നു. കണ്ടോ? അപ്പോ അസ്ത്രത്തെ പറ്റി നമ്മൾ എന്താ കാര്യം പറഞ്ഞു മക്കളെ? ഒന്നുകൂടെ പറയാം. നമ്പർ 1 വസ്ത്രം എന്തായിരുന്നു? കമോൺ, യെസ്, ദിശാസൂചികയാണ്. 2 എന്താണ്? സ്നേഹത്തിന്റെ ചിഹ്നമാണ്. 3 യുദ്ധത്തിന്റെയും ചിഹ്നമാണ്. 4ാമത്തെ അസ്ത്രത്തിന്റെ പ്രത്യേകത ഒരുപാടുണ്ട്, ഞാൻ അത് പറഞ്ഞ് നിർത്താം. 4ാമത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അസ്ത്രങ്ങളല്ല, വീരന്റെ കയ്യിലെ അസ്ത്രങ്ങളാണ്. 2 അർത്ഥമുണ്ട് അതിനകത്ത്. 1, നമ്മുടെ വീരനാകുന്ന ദൈവത്തിന്റെ കയ്യിലെ ആയുധങ്ങളാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളതും. 2, വീരനാകുന്ന നമ്മുടെ പപ്പയുടെയും അമ്മയുടെയും വീരന്മാരായ വീരൻ കുട്ടികളാണ് നമ്മൾ എന്നുള്ളതുമാണ്.
വീരന്റെ അസ്ത്രത്തിനുള്ള പ്രത്യേകത എന്താണ് വീരന്റെ അസ്ത്രം? വീരൻ എന്ന് പറഞ്ഞാൽ വാരിയർ, യുദ്ധം അറിയാവുന്നവൻ, പരിശീലനം ലഭിച്ചിട്ടുള്ളവൻ, അതാണ് വീരൻ. വീരന്റെയും വീരനല്ലാത്തവരുടെയും പ്രത്യേകത എന്താണ് അറിയാമോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞുതരാം. ഞാൻ വീരനല്ല, പക്ഷെ ഈ വാചകോടിയൊക്കെ കണ്ടിട്ട് നമ്മൾ ഷാജി പാസ്റ്റർ പറഞ്ഞു, സ്വർജൻ പാസ്റ്ററെ നിങ്ങളെ ഈ വാചകോടിയെല്ലാം കണ്ടപ്പോൾ നിങ്ങൾ ഭയങ്കര വീരനാണെന്ന് എനിക്കൊരു ധാരണ. അതുകൊണ്ട് പുള്ളി പണ്ട് NCCയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയ തോക്ക് അതെടുത്ത് എൻ്റെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആയുധം കൊണ്ടുവന്നിട്ട് പറഞ്ഞു, വേണ്ട അപ്പുറത്തെ വീട്ടിലെ 3-ാമത്തെ തെങ്ങിലെ 2-ാമത്തെ കൊല തേങ്ങ ഒന്ന് വെടിവെച്ചിട്ട് തരണമെന്ന് പറഞ്ഞു. ഞാനും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഞാനും ആ തോക്കൊക്കെ എടുത്തു, ഒരു കണ്ണൊക്കെ ഒന്ന് അടച്ചു പിടിച്ചു, ശരി എന്ന് പറഞ്ഞു ഉന്നം വെച്ചു, 1 2 3 എന്ന് പറഞ്ഞു ഒരൊറ്റ വെടിവെച്ചു. പൊന്നു മക്കളെ, തെങ്ങിന്റെ അടുത്ത് പോയില്ല, തൊട്ടപ്പുറത്തെ വീട്ടിലെ പശു ദാണ്ട കിടക്കുന്നു. പിടികിട്ടിയോ? സംഭവം എന്താണ്? ഞാൻ വീരനല്ല, പരിശീലനം ലഭിച്ചൊരു യോദ്ധാവല്ല. അതുകൊണ്ട് എന്റെ ആയുധം പതറിപ്പോയി, എന്റെ ആയുധം ലക്ഷ്യം തെറ്റിപ്പോയി. എന്നാൽ ഇതേ ഷാജി പാസ്റ്റർ ഇതേ തോക്കുമായി ഈ ഗ്രാമത്തിലുള്ള ഏതെങ്കിലും ഒരു മിലിറ്ററി ഓഫീസറോട് പോവുകയാണ്, അല്ലെങ്കിൽ പട്ടാളത്തിൽ നിന്ന് വന്ന ആളോട് പോയാണ്, ഇതേ കാര്യം അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? എവിടെയാണോ ഈ ആയുധം കൊള്ളിക്കേണ്ടത് അവിടെ തന്നെ കൊള്ളിക്കും. കാരണം അദ്ദേഹം പരിശീലനം സിദ്ധിച്ച ഒരു വീരനാണ്. ഇവിടെ ഇരിക്കുന്ന പപ്പമാരോടും അമ്മമാരോടും, നിങ്ങൾ വീരനാണെങ്കിൽ നിങ്ങളുടെ മക്കൾ വീരന്റെ കയ്യിലെ അസ്ത്രങ്ങളായിരിക്കും. നമ്മുടെ മാതാപിതാക്കളുടെ പ്രശ്നം എന്നറിയാമോ? ഈ പിള്ളേരെ എവിടെയെങ്കിലും ഒന്ന് കര പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടി നടക്കുകയാണ്. നമ്മുടെ പിള്ളേരെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടി നടക്കുകയാണ്. രാവിലെ 6 മണിക്ക് ഉറക്കഴിപ്പിക്കുകയാണ്. ആ ട്യൂഷൻ, ഈ ട്യൂഷൻ. രാത്രി 8:30 9 മണിയാവുമ്പോൾ അടിച്ച് ഫിറ്റായി അപ്പനും അതിലും ഫിറ്റായി കൊച്ചും വരെയാണ്. ഒന്ന് എങ്ങനെയെങ്കിലും കിടന്നാൽ മതി എന്ന്. രാവിലെ 5 മണിക്ക് അടിച്ച് അമ്മ എഴുതിപ്പിക്കുകയാണ്. കാരണം എന്നറിയാമോ? മോനെ ട്രീറ്റ് ചെയ്യുന്നത് മോനായിട്ടല്ല, ഡോക്ടറായിട്ടാണ്. അമ്മ വിചാരിക്കുന്നത് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് അവനെ ഞാൻ 12 അധ്യായം പഠിപ്പിച്ചിരിക്കും. എന്നിട്ടാണ് അയൽക്കൂട്ടത്തിന് ചെന്നിരുന്നു പറയാൻ, എന്റെ മോനുണ്ടല്ലോ, അയ്യോ അവൻ ഒരു 40 പേജൊക്കെ ഒറ്റ ഇരിപ്പിലോ, ഞാനൊന്നും പറയുന്നില്ല. ചെറുക്കൻ ഈ ചെറിഞ്ഞൂടാ. അതിനാ അപ്പനും അമ്മയും കൂടെ നാരങ്ങ പിഴിയും പോലെ രാത്രി മുഴുവനും പിഴിഞ്ഞെടുക്കുകയാണ്. പിള്ളേര് പറയണം, അങ്കിളെ കുറച്ച് നേരത്തെ വരാം. വിളിച്ചില്ലടേ, ഞാൻ വരൂലായിരുന്ന, ചൂട്ടും കെട്ടിങ്ങി 6 മണിക്ക് എത്തൂലായിരുന്നു. വിളിക്കണ്ടേ ആരെങ്കിലും? പിള്ളേർ പറയണം, നിങ്ങൾ വന്ന നല്ലതായെന്ന്. ഞാൻ നിങ്ങളെ കൈവിടില്ല മക്കളെ, നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. ഇനിയും പണി അവർക്കുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ നിന്നാ മതി ഏട്ടാ. കണ്ടോ, നമ്മൾ ഈ പിള്ളേരെ വീരനാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പപ്പമാരെ, അമ്മമാരെ, നിങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചാലും നിങ്ങളുടെ മക്കൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല. കാരണം നിങ്ങൾ വീരനല്ലാത്തത് കൊണ്ട് മക്കൾ വീരന്റെ കയ്യിലെ അസ്ത്രങ്ങളായില്ല. മക്കൾ എവിടെയെങ്കിലും എത്തണോ എങ്കിൽ ആദ്യം നമ്മൾ വീരനാകണം. നമ്മൾ ആദ്യം വീരന്റെ കയ്യിലെ അസ്ത്രങ്ങളായി ഇണങ്ങുന്നവർക്ക് എങ്കിൽ മാത്രമേ അവരുടെ മക്കൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ പിള്ളേർ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിന്റെ വീരന്മാരാകുന്നെങ്കിൽ, ദൈവത്തിന്റെ കയ്യിലാണ് പപ്പയും അമ്മയും ഉള്ളതെങ്കിൽ, നിങ്ങൾ ജനിക്കുമ്പോൾ, നമ്മൾ പിള്ളേർ ജനിക്കുമ്പോൾ തന്നെ ഇവരാരാകണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, അവർ അവിടെ എത്തിയിരിക്കും. മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറയാം, ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിലോ. എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. നമ്മൾ ദൈവത്തിന്റെ കയ്യിൽ, വീരന്റെ കയ്യിലെ ആയുധങ്ങളാണ് അപ്പനും അമ്മയെങ്കിൽ, അഥവാ അപ്പനും അമ്മയും വീരന്മാരും വീരത്തികളുമാണെങ്കിൽ, നമ്മുടെ മക്കൾ എവിടെ ജീവിതത്തിൽ എത്തിച്ചേരണമെന്ന് നമ്മൾ ഒന്നും അധ്വാനിക്കേണ്ട. നമ്മുടെ സ്വപ്നം, നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് ഈ പിള്ളേർ എത്തിച്ചേർന്നിരിക്കും. എൻ്റെ പപ്പ ഒരു പാസ്റ്ററാണ്, 51 വർഷം കൊണ്ട് പാസ്റ്ററാണ്. അപ്പോ എൻ്റെ പപ്പ ഒരു നല്ലൊരു പാസ്റ്ററായിട്ടാണ് ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഞങ്ങൾക്കൊരു അഭിമാനമാണ്. ആ പപ്പ നല്ല പാസ്റ്ററാണ്, നല്ലൊരു പപ്പയാണെന്നൊക്കെ ഒരു അഭിമാനമാണ് ഞങ്ങൾ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം, എനിക്ക് മുമ്പ് ജനിച്ച എൻ്റെ സിസ്റ്ററാണ്, ചേച്ചിയാണ്. അപ്പൊ എൻ്റെ അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ എൻ്റെ പപ്പയ്ക്കൊരാഗ്രഹം, സുവിശേഷ ഘോഷണത്തിൽ എന്നോടൊപ്പം പോരാടാൻ
എനിക്കൊരു മകൻ വേണം. അതുകൊണ്ട് ക്ലെമന്റ് എന്ന് പേര് എഴുതി വെച്ചിട്ട് പപ്പ പ്രാർത്ഥിക്കും, ഇപ്പോൾ ഇവളുടെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞ് സുവിശേഷ ഘോഷണത്തിൽ എന്നോടൊപ്പം പോരാടാനായിട്ട് ഒരു കുഞ്ഞിനെ തരണം, ഞാൻ ആ കുഞ്ഞിന് ക്ലെമന്റ് എന്ന് പേരിടും എന്ന് പറഞ്ഞു. പക്ഷേ ജനിച്ചപ്പോ അത് പെൺകുട്ടിയായിരുന്നു. പപ്പ വിട്ടുകൊടുത്തില്ല. പപ്പ കരോളിൻ എന്നുള്ള പേര് ആ ക്ലെമന്റ് എന്ന പേരിനകത്ത് കയറ്റി ചേർത്തിട്ട് ക്ലെമന്റ് കരോളിൻ എന്ന് അവൾക്ക് പേരിട്ടു. അവൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി, ആൾ സയൻസ് കോളേജിൽ ഡിഗ്രി പൂർത്തിയാക്കി. ഒരു സുപ്രഭാതത്തിൽ പപ്പ അവിടെ അയക്കണോ ഇവിടെ അയക്കണോ അപ്പടിയാണോ ഇപ്പടിയാണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ പപ്പയോട് പറഞ്ഞു, പപ്പ ഞാൻ MDUവിന് പോകണം എന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ കല്യാണം കഴിച്ച് സുവിശേഷ ഘോഷണം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. പപ്പ ഞെട്ടിപ്പോയി. പപ്പ എപ്പോഴും പറയും, അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇവളുടെ അമ്മ ഉദരത്തിലായിരിക്കുമ്പോഴേ ഈ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് എന്തായി തീരണമെന്ന് എനിക്കൊരു പദ്ധതി ദൈവത്തോട് പറയാനായിട്ടുണ്ടായിരുന്നു. ദൈവം ആ പദ്ധതിയെ യാഥാർത്ഥ്യമാക്കി. IPCയിലെ ഒരു പാസ്റ്ററുടെ ഭാര്യയാണ് അവളെന്ന്. രണ്ടാമത് എൻ്റെ അമ്മ ഗർഭിണിയായപ്പോ പപ്പ വിചാരിച്ചു, കൂടെ പോരാടാൻ ഇനി ആള് വേണ്ട, പകരം പ്രസംഗിക്കുന്ന ഒരു മോൻ എനിക്കുണ്ടാവണം, നാവ് കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഒരു മോൻ ഉണ്ടാവണം. അതുകൊണ്ട് എൻ്റെ മോൻ പ്രസംഗിച്ചാൽ ബാക്കി ആരും പ്രസംഗിച്ചതുപോലെ ഇരിക്കരുത്. അതുകൊണ്ട് പ്രസംഗികളുടെ പ്രഭു എന്ന അർത്ഥമുള്ള ചാൾസ് ഹേഡൻ സ്പർജന്റെ ഓർമ്മയ്ക്ക് സ്പർജൻ എന്നൊരു പേര് എൻ്റെ പപ്പ വെച്ചു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ 2 മാസം പ്രായമായപ്പോൾ വീരനാകുന്ന ഒരു മനുഷ്യൻ തൻ്റെ മകൻ പ്രാസംഗികനാകണം എന്നാഗ്രഹിച്ച് പേര് സ്പർജൻ എന്ന് തന്നു. നിങ്ങൾക്ക് എന്നെ അറിയില്ലെങ്കിൽ പോലും എൻ്റെ പ്രധാന തൊഴിൽ ഇന്ന് പ്രസംഗമാണ്. ദൈവം ഒരു പ്രസംഗികനായി കഴിഞ്ഞ 22 വർഷങ്ങൾ എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കാര്യം വീരന്റെ കയ്യിലെ അസ്ത്രമാണ് ഞാനെന്ന് വിചാരിക്കുന്നു. അടുത്ത മൂന്നാമത് എനിക്കൊരു ബ്രദറുണ്ട്. അപ്പൊ പപ്പ പറഞ്ഞു, ഇത് കൂടെ പോരാടണ്ട, ഇത് പ്രസംഗിക്കുകയും വേണ്ട, ഇവൻ എവിടെ നിന്നാലും തിളങ്ങണം, ഇവൻ എവിടെ നിന്നാലും തിളങ്ങണം. അതുകൊണ്ട് തിളങ്ങുന്നവൻ എന്നർത്ഥമുള്ള സൂര്യകാന്തം, ജാസ്പർ എന്ന് അവന് പേര് വെച്ചു. അവൻ പാസ്റ്ററല്ല, കൂടെ പോരാടുന്നില്ല, പക്ഷെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുകയും മ്യൂസിക് കോളേജിൽ കർണാടക സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദം എടുത്തിട്ട് അവൻ മ്യൂസിക് ടീച്ചറാണ്. കർണാടക സംഗീതം ആളുകളെ പഠിപ്പിക്കും, ഗാനപ്രവീണയാണ്. പിന്നെ ഒരുപാട് മ്യൂസിക് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് കുട്ടികളെ ടീച്ചിങ് ഈ മ്യൂസിക് എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് അറിയാമോ? വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയാകണമെന്ന് ദൈവം ആഗ്രഹിക്കും, അതുപോലെ ആക്കും. ഇപ്പോഴാണ് ഇവിടെയുള്ള നിങ്ങൾ വിചാരിക്കുന്നത്, പാസ്റ്ററെ നിങ്ങൾ ഞങ്ങളോട് നേരത്തെ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ പിള്ളേർക്ക് പേരിടാൻ നേരത്ത് കുക്കു മക്കു പിക്കു ചിക്കു. സത്യം, ഒന്ന് മക്ക്, ഒന്ന് ചിക്ക്, ഒന്ന് പിക്ക്. കഷ്ടം. ഇതാണാ പെണ്ണാണോ എന്ന് അറിഞ്ഞൂടാ, ഇത് ക്രിസ്ത്യാനോ ഹിന്ദുവാണോ എന്ന് അറിഞ്ഞൂടാ, ഇനി ഈ ഭൂമിയിലുള്ളത് തന്നെ അറിഞ്ഞൂടാ. കുക്കു മക്കു ചിക്കു പിക്കു കക്കു, എന്തോ ആയിക്കൊണ്ട് പോട്ടെ. അപ്പൊ ഇനിയുള്ളവരെങ്കിലും കുട്ടികൾക്ക് പേരിടുമ്പോൾ അർത്ഥവത്തായ പേരുകൾ ഇടുക. നിങ്ങളുടെ പേരൊരു ഐഡന്റിറ്റിയാണ്, നമ്മുടെ പേര് ഒരു ദർശനമാണ്. അപ്പോൾ എനിക്ക് എന്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ടെൻഷൻ ആവണ്ട. നോബിൾ സ്പർജൻ എന്റെ പേര്. പക്ഷെ ഇതുവരെ ആരും ആ പേര് കറക്റ്റാ വിളിച്ചിട്ടില്ല. കാരണം ആ പേര് കറക്റ്റായിട്ട് വിളിക്കണമെങ്കിൽ 2 കുറ്റി പുട്ടും ഒരല്പം കടലക്കറിയും 2 ഗ്ലാസ് വെള്ളവും വേണം. ആര് വിളിക്കും മക്കളെ? ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ സാധാരണ പഠിക്കുന്ന സ്കൂളിൽ പഠിച്ചതാണ്. അവിടെ പിള്ളേരൊക്കെ വിളിക്കുന്ന പേര് കേട്ടാ അമ്മ പോലും സഹിക്കില്ല. അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ് എനിക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് ഉറപ്പായപ്പോൾ ഞാൻ വിചാരിച്ചു, എന്റെ മോന് പേര് വായിക്കൊള്ളാവുന്ന ഒരു കൊച്ചു പേരിടണം. അവനെ ആരും നോബിൾ സ്പർജൻ എന്നൊക്കെ വിളിച്ച് ഞെട്ടിപ്പിക്കരുത്. ബുധനാഴ്ച വരണമെങ്കിൽ തിങ്കളാഴ്ച പേര് വിളിച്ച് തുടങ്ങേണ്ടത് പേരൊന്നും പാടില്ല. അതുകൊണ്ട് ചെറിയ 2 അക്ഷരമുള്ള പേര് കണ്ടെത്തണം. കണ്ടെത്തി അവസാനം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു പേര് കണ്ടെത്തി, ഡാൻ, DAN, ഡാൻ. സെറ്റ്. ഞാനും എൻ്റെ ഭാര്യയും കൂടെ തീരുമാനിച്ചു, ഈ വയറ്റിൽ കിടക്കുന്നത് ആണാണെങ്കിൽ എന്തായിരിക്കും? ഡാൻ എന്ന് പേരിടും, പെണ്ണാണെങ്കിൽ ഡാനിയ. സിമ്പിൾ. അങ്ങനെ ഈ ഡാൻ എന്നുള്ള പേരും കൊണ്ട് ഞങ്ങളിങ്ങനെ തയ്യാറായി പ്രസവ വാർഡിന്റെ വെളിയിൽ നിൽക്കുമ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ 2 പേർ, പിതാശ്രീയും മാതാശ്രീയും. എന്ത് പേരാണ് വെച്ചിരിക്കുന്നത്?
നമ്മുടെ സിമ്പിൾ പപ്പ ഡാൻ. പെണ്ണാണെങ്കിൽ ഡാനിയ. പറഞ്ഞു അത് നീ തീരുമാനിച്ചാൽ മതിയാ. ഇല്ല, അഭിപ്രായം വല്ലതും ഉണ്ടെങ്കിൽ പറയാ. പോക്കറ്റ് എന്നൊരു ചെറിയ പേപ്പർ എടുത്ത് കേട്ടോ. ആൺകുട്ടിയാണെങ്കിൽ ഈ പേര്, പെൺകുട്ടിയാണെങ്കിൽ ഈ പേര്. അങ്ങനെ എൻ്റെ മോൻ ആൺകുട്ടിയായിരുന്നു. പപ്പ പറഞ്ഞില്ലേ ആ ചെറിയ പേര് ഞാൻ അങ്ങിട്ടു. എന്തെന്നറിയാമോ? ബെസലീൻ സ്പർജൻ നോബിൾ. ചെറിയ പേര്, ചെറിയ വളരെ തുച്ഛമായ പേര്. ചെറുക്കൻ്റെ പേര് തിങ്കളാഴ്ച വിളിച്ചാലേ വെള്ളിയാഴ്ച എത്തുള്ളൂ. എൻ്റെ അമ്മോ. പക്ഷെ എൻ്റെ പപ്പ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. എടാ, പിള്ളേർക്ക് പേരിടത് കക്ക ബുക്കാന്നല്ല, ഇവന്റെ പേര് ബസലേൽ എന്നാണ്. സമാഗമന കൂടാരത്തിന്റെ ശില്പിയായി കൽപ്പണിയിലും കൊത്തുപണിയിലും നൈപുണ്യമുള്ള ഒരുത്തനെ ഞാൻ കണ്ടിരിക്കുന്നു. അവൻ വെർസറ്റൈൽ ജീനിയസ് ആയി അവൻ ആ പണി ചെയ്യുമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് ബസലേലിനെ പറ്റിയിട്ടാണ്. അതുകൊണ്ട് എൻ്റെ മകന്റെ മകൻ ഒരു വെർസറ്റൈൽ ജീനിയസ് ആയിരിക്കണം. അതുകൊണ്ട് അവനെ ഞാൻ ബസലേൽ എന്ന് പേര് വയ്ക്കുന്നു എന്ന് പറഞ്ഞു. തിരുവായിക്ക് എതിർവായി ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതുപോലെ അടിച്ചങ്ങ് വെച്ചു. താങ്ക് യു. ഇനിയുള്ളവരെങ്കിലും വീരനാകാനും വീരന്റെ കയ്യിലെ അസ്ത്രങ്ങളാകാനും നിങ്ങൾ ശ്രമിക്കുക. എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിച്ചേ മതിയാകുകയുള്ളൂ. എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളോട് ആരാണ് പറഞ്ഞു തന്നത്? മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളുടെ ഭാവി, നിങ്ങളുടെ മക്കളുടെ നന്മകൾ ട്യൂഷൻ സെന്ററിലാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞു തന്നത്? നിങ്ങളുടെ മക്കളുടെ ഭാവി ഇരിക്കുന്നത് ആ ലേബർ ഇന്ത്യയുടെ 8ാമത്തെ പേജിലാണെന്ന് നിങ്ങളടുത്ത് ആരാണ് പറഞ്ഞു തന്നത്? നിങ്ങളടുത്ത് ആരാണ് പറഞ്ഞു തന്നത്? നിങ്ങളുടെ മക്കളുടെ ഭാവി ട്യൂഷൻ സെന്ററിലാണ്, സ്കൂളിലാണ്, എൻട്രൻസ് കോച്ചിങ് സെന്ററിലാണെന്ന്. തെറ്റിപ്പോയി. നിങ്ങളുടെ മക്കളുടെ ഭാവി മാത്രമല്ല, നിങ്ങളുടെ മക്കൾ പോലും ഇരിക്കുന്നത്, വഹിക്കുന്നത്, കരുതിയിരിക്കുന്നത് ആരുടെ കയ്യിലെന്നറിയാമോ? ലോകം സൃഷ്ടിച്ച ദൈവത്തിന്റെ കരങ്ങളാണ് നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് പിള്ളേരെ വളർത്തുമ്പോൾ ലോകത്തിന് അനുരൂപമാകാതെ സ്വർഗത്തോടൊപ്പം ചേർന്ന് ക്രൂശിന്റെ മുകളിലൂടെ കുഞ്ഞുങ്ങളെ വളർത്താൻ നിങ്ങൾ ശ്രമിക്കണം. ഹല്ലേലൂയ. പിന്നെ നിങ്ങൾക്ക് ആർക്കും പുറകെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഇന്ന് പല സൺഡേ സ്കൂളിലും പിള്ളേരില്ല, യൂത്ത് വിങ്ങിന് പിള്ളേരില്ല. കാര്യം എന്താണെന്ന് അറിയാമോ? അവരെല്ലാം ഇന്ന് തന്നെ ഇപ്പൊ ഉച്ചയ്ക്ക് പിള്ളേർ പോയി, പലരും പോയി കാണും, എനിക്കറിയാം, ഊഹിക്കാം, പോയി. കാര്യം എന്താണ്? ബിസി. അപ്പനും അമ്മയ്ക്കും അതിനേക്കാളും വലിയ ബിസി. പക്ഷെ ഇവരെല്ലാം വരും. എപ്പോഴെന്നറിയാമോ വരുന്നത്? 1ാം ക്ലാസ് മുതൽ +2 വരെ പിള്ളേർ പറയുന്നത് പോലെ എല്ലാം ചെയ്ത് പ്രവർത്തിച്ചിട്ട് അവസാനം +2 ഒക്കെ ആവുമ്പോ ഇവൻ ആ ഫോണും കൊണ്ട് ഇവൻ എഴിക്കാതിരിക്കുമ്പോ, കണ്ണ ഫോണിൽ ഉടക്കിയിരിക്കുമ്പോ, പബ്ജി ഗെയിം കളിച്ച്, ഫ്രീ ഫയർ ഗെയിം കളിച്ച് ഇവന്റെ കണ്ണും മൂക്കും മനസ്സും മരിച്ചു കഴിയുമ്പോ 1 മണിക്കൂറല്ല 9 മണിക്കൂർ വേണമെങ്കിലും സൈക്കോളജിസ്റ്റിന് മുമ്പിലും കൗൺസിലറുടെ മുമ്പിലും അമ്മമാരും അപ്പന്മാരും ക്യൂ വയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, വീരൻ നിങ്ങളും നിങ്ങളുടെ മക്കൾ വീരന്റെ കയ്യിലും അസ്ത്രങ്ങളുമാണെങ്കിൽ അവർ തൻ്റെ ഇടത്തോടെ, ബുദ്ധിയോടെ, വിവേകത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരായിട്ട് മാറും. ആദ്യം തീരുമാനമെടുക്കേണ്ട മാതാപിതാക്കളാണ്. ഞങ്ങളുടെ മക്കളെ ദൈവത്തോടൊപ്പം ചേർന്ന് വളർത്തണം. എനിക്കത് പഠിക്കാനുണ്ടമ്മ, അതുകൊണ്ട് ഇത് പഠിക്കാനുണ്ട്, അതുകൊണ്ട് ഇന്ന് ഞാൻ സൺഡേ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, നീ ഉറങ്ങിക്കോ എന്നല്ല പറയാ. നീ അത് പഠിച്ചില്ലെങ്കിലും സൺഡേ സ്കൂൾ മുടക്കിയിട്ട് യാതൊരു പരിപാടിയും വേണ്ട എന്ന് പറയുക. അങ്ങനെയാണ് പക്ഷേ സൺഡേ സ്കൂൾ മുടക്കിയിട്ട്, യൂത്ത് മീറ്റിംഗ് മുടക്കിയിട്ട് നമ്മുടെ പിള്ളേരെ വെച്ച് ഇനി ഒരു പരിപാടി എനിക്കില്ല എന്ന് ഉറപ്പുള്ള മാതാപിതാക്കൾ ഒന്ന് കൈ ഉയർത്തി പിടിക്കണം. താങ്ക് യു. നിങ്ങൾ കൈ താഴ്ത്തിയിടുക. ചിലർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. അവർ പറയണം, പിന്നെ ഇയാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോൾ സൺഡേ സ്കൂളിൽ കൊണ്ടുവിടാം. എന്നോടൊപ്പം സൺഡേ സ്കൂളിൽ പഠിച്ചൊരു പയ്യനുണ്ട്. ഇനിയിപ്പോൾ ലൈവായിട്ട് അവനായിട്ട് കണ്ട് രാത്രി വീട്ടിൽ വരുമെന്താ. ഇനിയിപ്പോൾ വരട്ടെ, എന്ത് ചെയ്യാം. ഒരു ബലഹീന നിമിഷത്തിൽ പറഞ്ഞു പോയതാണെന്ന് പറയാം അല്ലേ. ഇവള് പറയണ ഇയാൾക്ക് അടികൊണ്ടാ എനിക്കെന്ന് തോന്നുന്നു. ഇങ്ങനെയും പിള്ളേരുണ്ടാ. സത്യമായിട്ട് ഞാനിനി പഞ്ചായത്തിൽ വരില്ല കേട്ടോ. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അപ്പൊ പറയാൻ പറ്റാത്ത പേര് തങ്ങര. അപ്പൊ എന്റെ കൂടെ സൺഡേ സ്കൂൾ പഠിച്ചൊരു കുട്ടി, എന്റെ സെയിം പ്രായമാണ്. എന്റെ അമ്മയാണ് എന്റെ സൺഡേ സ്കൂൾ ടീച്ചർ. അപ്പൊ സൺഡേ സ്കൂളൊക്കെ ഞങ്ങൾ പഠിച്ചു, നല്ല മിടുക്കനാണ്. ഞാൻ പിന്നെ നിങ്ങളെ പോലെയല്ല, ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു ഇരിക്കുന്നത്. എന്തിടെ നിങ്ങൾക്ക് ഒരു പുച്ഛം?
പക്ഷെ മറ്റവൻ അങ്ങനെയല്ല, ഇരിക്കുന്ന ലാസ്റ്റ് ആണെങ്കിലും നല്ല ബ്രെയിനാണ്. അപ്പൊ ഞാൻ പാസ്റ്ററിന്റെ മോനായതുകൊണ്ട് അവനുമായിട്ട് നല്ല കമ്പനിയാണ്. കാരണം അവനെ തൊട്ടടുത്ത് ഇരുത്തിയിട്ട് അവന്റെ ബുക്ക് കണ്ടാണ് ഞാൻ എഴുതുന്നത്. പരീക്ഷയ്ക്ക് സ്കൂളിലായാലും സൺഡേ സ്കൂൾ പരീക്ഷയ്ക്കായാലും അത്രേ ഉള്ളൂ. അത്ര ബ്രില്യൻ്റ് ആണ് അവൻ. 10ാം ക്ലാസ്സിലെത്തി ഉടനെ അമ്മ പറഞ്ഞു, സൺഡേ സ്കൂളിന്റെ പരീക്ഷ പ്രധാനപ്പെട്ട പരീക്ഷ വരെയാണ്, അതുകൊണ്ട് ആ ആന്റിയുടെ പേര് പറഞ്ഞു, നീ മോൻ ഇപ്പൊ 2-3 ആഴ്ച കൊണ്ട് വരുന്നില്ലല്ലോ, കഷ്ടം, അവൻ എവിടെ പോയി കിടക്കുകയാണ്? നമ്മുടെ ചർച്ചിന്റെ 1ാം സ്ഥാനം അവനായിട്ടാണ് ഞാൻ വിചാരിച്ചു വെച്ചിട്ട് 2 ആഴ്ച കൊണ്ട് ചെറുക്കം വരുന്നില്ല, വല്ല ക്രിക്കറ്റ് വല്ലതും കളിക്കാൻ പോയാന്ന് ചോദിച്ചു. ഉടനെ ഈ ആന്റി പറയല്ലേ, പിന്നെ അവനെ നിങ്ങളുടെ മോനെ പോലെ ഉപദേശി ആവാനല്ല ഞാൻ വളർത്തുന്നത്, എന്റെ മോനെ ഞാൻ എഞ്ചിനീയർ ആക്കാൻ പോകുകയാണ്, അതുകൊണ്ട് അവന് തൂസനുണ്ട്. ദോഷം പറയരുതല്ലോ. ഇന്ന് രാവിലെയും ഞാൻ എഞ്ചിനീയറിനെ കണ്ടു, ഇന്നലെയും കണ്ടു. മിക്കവാറും എന്റെ വീടിന്റെ ഫ്രണ്ടിലൂടെ എഞ്ചിനീയർ രാവിലെയും വൈകുന്നേരം പോകുന്നത് കാണാം. ആ എഞ്ചിനീയറിംഗ് മലയാളമുണ്ട്, എഞ്ചിനീയറിംഗ് ഇൻ ചാന്ത് കുഴക്കൽ ടെക്നോളജി, കൊത്തന്റെ കയ്യാൾ എന്ന് മലയാളം. മനസ്സിലായി കാണുമല്ലോ. ദൈവമില്ലാതെ വളർത്തിയതെല്ലാം ഇതുപോലെയൊക്കെ തന്നെ അവസാനിച്ചിട്ടുണ്ട്. ദൈവത്തോടൊപ്പം വളർത്തിയത് പുറം പറമ്പിൽ കിടന്നാലും മാനപാത്രമായി ദൈവം ഉപയോഗിച്ചിട്ടുമുണ്ട്. എന്നെ കേൾക്കുന്ന പിള്ളേരെ, നിങ്ങൾ സ്കൂൾ ഫസ്റ്റ് ആവാനല്ല നോക്കാൻ, ഞാൻ ദൈവത്തിന്റെ കയ്യിൽ വളരുന്നു എന്ന് മാത്രമാണ് നിങ്ങൾ നോക്കാൻ. പ്രിയമുള്ള പപ്പയോ അമ്മമാരെ, നിങ്ങളുടെ മക്കൾ ആ കോളേജിലെ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ മിടുക്കൻ കുട്ടിയാണോ എന്നല്ല നോക്കാൻ, കലാതിലകമാണോ എന്നല്ല നോക്കാൻ. അവൾ ഒരു തിലകമല്ലെങ്കിലും, അവൻ ഒരു പ്രതിഭയല്ലെങ്കിലും, അവൻ ദൈവത്തോടൊപ്പം വളരുന്ന കുട്ടിയാണോ എന്ന് മാത്രം നിങ്ങൾ നോക്കുക. എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കാൻ നിർബന്ധിതനായിരിക്കുകയാണ്. അധിക പ്രസംഗം പാടില്ല. അതുകൊണ്ട് ഒരു പയ്യന്റെ കഥ ഞാൻ പറയാം. ടോം എന്നാണ് അവന്റെ പേര്. ഞാൻ ഈ കഥ സ്ഥിരമായിട്ട് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടോമിന്റെ കഥ പറഞ്ഞ് കേട്ടിട്ടുള്ളവരാരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുന്ന ഫീലിംഗിൽ നിങ്ങൾ ഇരുന്ന് തരേണ്ടതാണ്. കൂടെ ഉണ്ടാകണം. അല്ല, ഇത് ഞങ്ങൾക്ക് അറിയാടെ എന്ന് പറഞ്ഞാലായിരുന്നു. ടോം 3-4 മക്കളുള്ളൊരു വീട്ടിലെ കുട്ടിയാണ്. അപ്പൻ മരിച്ചുപോയി. അമ്മയുടെ ചിന്ത എന്നറിയാമോ, മൂത്ത മോനായ ടോമാണ് ഇനി വളർന്നു വലുതായി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, എനിക്കൊരു ആശ്രയമാകും. അങ്ങനെ ഒരു പ്രതീക്ഷയിൽ അമ്മ വളർത്തി. പക്ഷെ ടോം 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചർ അമ്മയോട് പറഞ്ഞു, ഇനി നിന്റെ മോനെ ഈ സ്കൂളിൽ പറഞ്ഞയക്കണ്ട, കാരണം അവന് പറ്റിയ സ്കൂളല്ല ഇത്, അവരല്പം ബുദ്ധിക്ക് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് വീട്ടിലിരിക്കട്ടെ, അല്ലെങ്കിൽ വല്ല സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടുവിടണം, അവന് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് മനസ്സ് ഭയങ്കര വിഷമിച്ചു. എല്ലാ പ്രതീക്ഷയും ഈ മകന്റെ മേലാണ്. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച അവൾ കരഞ്ഞു. ദൈവഭക്തിയായ ആ വിധവയായ സ്ത്രീ ഓരോ ദിവസവും ഈ മകനെ പറ്റി വേദനിച്ച് ടെൻഷനായിട്ടിരുന്നു എന്ന്. രാത്രി ഉറങ്ങി കിടക്കുമ്പോഴൊക്കെ ഈ ടോമിന്റെ തലയിൽ അമ്മ ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ മകന്റെ ബുദ്ധിയെ അവിടുന്ന് തുറന്നു കൊടുക്കണമേ എന്ന്. ഇപ്പോൾ അമ്മമാർക്ക് അങ്ങനെ രാത്രി പ്രാർത്ഥിക്കാൻ സമയം കിട്ടില്ല. കാരണം 36 റീൽസും 78 ഷോർട്സും കണ്ട് തീർത്തിട്ടാണ് രാത്രി ഉറങ്ങാൻ. മീനിന്റെ പാചകം 8, സാരിയിലെ എംബ്രോയിഡറി 18, നാരങ്ങ നീരിൽ നിന്ന് ആസിഡ് ഉണ്ടാക്കുന്ന കലാപരിപാടി 8. ഇതെല്ലാം കണ്ടിട്ടാണ് കിടന്നുറങ്ങാൻ. എന്നിട്ടോ ഭർത്താവിന് പഴയ പുളിച്ച സാമ്പാറും. ഇവളിത് കാണുന്നു, എന്നാൽ അതിനനുസരിച്ച് എന്തെങ്കിലും ഉണ്ടാക്കോ? അപ്പൊ നിങ്ങൾ എൻ്റെ ഭാര്യയെ തെറ്റിദ്ധരിക്കും. അവള് പാവം, അവൾ എന്തുണ്ടാക്കിയാലും ഞാൻ എടുത്തു നോക്കും, മണത്ത് നോക്കും, തൊട്ടപ്പുറത്തെ വീട്ടിലെ പട്ടിക്ക് കൊടുക്കാം, എനിക്കും ജീവിക്കണ്ടേ. ഞാൻ നിരുത്സാഹപ്പെടുത്തില്ല, ഉണ്ടാക്കിക്കോളൂ, ധാരാളം ഉണ്ടാക്കിക്കോളൂ. നമുക്കിവിടെ എത്രയോ മൃഗജാലങ്ങളുണ്ടല്ലോ, ഞാൻ അപ്പോൾ മൃഗസ്നേഹിയാകും. ഈ അമ്മ
ടോമിന്റെ തലയിൽ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുമെന്ന്. എന്തിനാണ്? അവന് ബുദ്ധിയെ തുറന്നു കൊടുക്കണമേ എന്ന്. സത്യം പറയാലോ, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ചില ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആരോ നമ്മുടെ മണ്ടയിൽ കൂടെ വെള്ളം ഒഴിച്ചെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഞെട്ടി നോക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുള്ളത് എൻ്റെ പപ്പ ഞങ്ങളിങ്ങനെ കെട്ടിപ്പിടിച്ച് വെച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ്. രാത്രി ഞങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ ദേഹത്ത് വെള്ളം വീഴും. അപ്പം ഞങ്ങൾ രാവിലെ അമ്മ വിളിച്ചോണ്ടെന്ന് വിചാരിച്ച് എഴിച്ചു നോക്കുമ്പോൾ കാണാം പപ്പ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വെച്ചിട്ട് പ്രാർത്ഥിക്കും, കരഞ്ഞ്. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പ്രിയമുള്ള പപ്പമാരെ, അമ്മമാരെ, നിങ്ങൾ അവർക്ക് വിദേശ നിർമ്മിത വസ്തുക്കൾ കളിക്കാൻ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിലും 4 ഫ്ലാറ്റ് സമ്പാദിച്ചു വെച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ അവർക്ക് വിലപിടിപ്പുള്ള കാര്യങ്ങളൊന്നും നേടിക്കൊടുത്തില്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥനയും ദൈവകൃപയും അവർക്ക് നേടിക്കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുക. ഞാൻ പറഞ്ഞത് ഒരല്പം കേട്ട മാതാപിതാക്കൾ കരങ്ങുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറയുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. കഥ മറന്നു പോകണ്ട. അങ്ങനെ ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ? രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകണ്ടല്ലോ, അവിടെ എവിടെയും ഇങ്ങനെ മരിച്ചിന് വിളയിലും റബ്ബർ കാർഡിലൊക്കെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞു നടക്കും. അപ്പോ തൊട്ടപ്പുറത്തെ വീട്ടിൽ ആന്റിമാരൊക്കെ പറയും, ടോമേ നീ സ്കൂളിൽ പോകണില്ലല്ലോ, എന്നാ പിന്നെ 1 കിലോ പഞ്ചസാര വാങ്ങിച്ചോണ്ടോ എന്ന് പറയും. തൊട്ടപ്പുറത്തെ വീട്ടിലെ യശോദ ആന്റി പറയും, എന്നാ പിന്നെ നീ തിരിച്ചു വരുമ്പോൾ 1 കിലോ പഞ്ചസാരയും കൂടെ വാങ്ങിച്ചോണ്ടോ എനിക്കും. മറ്റേ അങ്കിൾ പറയും, എന്നാ പിന്നെ 1 കിലോ ടൊമാറ്റോയും കൂടെ വാങ്ങിച്ചോണ്ടോ. അങ്ങനെ സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറായിട്ട് ടോം ഇങ്ങനെ അവന്റെ ജീവിതം നടത്തിക്കൊണ്ടിരുന്നു. നിങ്ങൾ അറിഞ്ഞോ പിള്ളേരെ? ഒരു ദിവസമായപ്പോൾ ഒരു അങ്കിൾ പറഞ്ഞു, ടോമേ എത്ര കാലം നീ ഇങ്ങനെ പഞ്ചസാരയും സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കും? ഒരു സ്ഥിര വരുമാനമുള്ള ജോലിയാവണ്ടേ? നിനക്കിപ്പോ 10-18 വയസ്സാവും പോയല്ലേ? ഒരു കാര്യം ചെയ്യും, നീ കപ്പലിനെ വാങ്ങിച്ച് വറുത്ത് ചെറിയ പാക്കറ്റിലാക്കി നമ്മുടെ വീടിന്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് വിൽക്കണം. അതൊരു സ്ഥിര വരുമാനമാണ്. അങ്ങനെ അവൻ കപ്പലിന്റെ വാങ്ങി വറുത്ത് പാക്കറ്റിലാക്കി ട്രെയിനിൽ പോയി കപ്പലിന്റെ വിൽക്കാൻ തുടങ്ങി. കപ്പലിന്റെയും ചൂട് കപ്പലിന്റെയും ചൂട് കപ്പലിന്റെയും ആളുകൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു, പലരും വായിച്ചു. പക്ഷെ എന്ത് ചെയ്യുന്നറിയാമോ? കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ TTR എന്ന് പറയുന്ന ആള് ഈ ട്രെയിനിൽ വരും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇയാൾ ജോലിക്ക് കയറിയെന്ന് എടുത്തിട്ട് ഒരു കറുത്ത കോട്ട് ഇട്ടുകൊണ്ട് നമ്മളടുത്ത് വരും. നമ്മളടുത്ത് വന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇയാളും വെള്ളം കണ്ടിട്ടില്ല, ഇന്ത്യൻ റെയിൽവേയും വെള്ളം കണ്ടിട്ടില്ല, ഈ കോട്ടും വെള്ളം കണ്ടിട്ടില്ല. പിന്നെ എന്തെങ്കിലും കൊടുത്ത് പെട്ടെന്ന് ഒഴിവാക്കാൻ വേണ്ടി ദൂരെ വരുമ്പോഴേ നമ്മൾ പറയും നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് പറയും. ഇയാൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ ടോമിനോട് ചോദിച്ചു, എടാ വെണ്ടർ ലൈസൻസ് ഉണ്ടാ? വെണ്ടർ ലൈസൻസ് ഉണ്ടാ? ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു സാധനത്തെ പറ്റി എനിക്ക് അങ്ങനെ ഒരു സാധനത്തെ പറ്റി അറിയില്ല. ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഇദ്ദേഹം അവന്റെ കപ്പലിന്റെ തട്ട് ആ ട്രെയിനിൽ നിന്ന് വലിച്ച് താഴെയിട്ട് ഇവന് ചെവിക്കല്ല് നോക്കിയ അടിയും കൊടുത്തിട്ട് ഇവനെ മറിച്ചിട്ട് വന്നു പ്ലാറ്റ്ഫോമിലേക്ക്. വീണിട്ട് എണീറ്റ് നോക്കുമ്പോൾ ടോമിന്റെ ഇടത് ചെവിയിൽ ഒരല്പം ബ്ലഡ് ഇങ്ങനെ പറ്റിയിരുന്നു. വീട്ടിൽ വന്നപ്പോൾ അവൻ്റെ അമ്മയ്ക്കൊരു കാര്യം മനസ്സിലായി. ഇത്രയും കാലം തൻ്റെ മകൻ മന്ദബുദ്ധി എന്നാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ പൊട്ടൻ എന്നും കൂടെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയല്ലോ. വേദന എന്ന് സങ്കടം വന്നു ടോമിനെ. ഒരു ദിവസം ആർക്കും വേണ്ടാത്തവനായിട്ട് ഇങ്ങനെ കളിച്ചു കിടക്കുന്ന പ്രായത്തിൽ തൊട്ടടുത്തുള്ളൊരു സൺഡേ സ്കൂൾ ടീച്ചറെ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ വേണ്ടി ബൈബിളൊക്കെ കൊണ്ടുപോകുമ്പോൾ കാണാം ഈ റബ്ബർ കാട്ടിനകത്ത് ഇവരിങ്ങനെ കിടന്ന് കളിക്കുന്നു. അവൻ ടോമേ നീ സൺഡേ സ്കൂളിൽ വരാത്തത്, നീ ഇങ്ങനെ ഇവിടെ കിടന്ന് കളിക്കുന്നത്? അതേ ടീച്ചറെ, എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കി, ഇനി ഞാൻ ഒരിടവും പോകുന്നില്ല. ടീച്ചർ പറഞ്ഞു, എവിടെ നിന്ന് ആര് പുറത്താക്കിയാലും സൺഡേ സ്കൂളിനും യേശുവിനും തന്നെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. വിളിച്ചോണ്ട് പോയി അവനടുത്ത് കൊച്ചു കൊച്ചു കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. അവന്റെ ജിജ്ഞാസ വർദ്ധിച്ചു, അവന്റെ കൗതുകം വർദ്ധിച്ചു. നിനക്ക് മനസ്സിലായോ? അവനിപ്പോ വളർന്നു. അവന് ജിജ്ഞാസ സഹിക്കാൻ വയ്യാതെ അപ്പുറത്തെ വീട്ടിൽ അങ്കിള് കളയുന്ന ക്ലോക്ക്, ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് വെറുതെ കളയുന്ന ടൈം പീസ്, ഇങ്ങനെ വെറുതെ കിട്ടുന്ന ആക്രി സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വീട്ടിനകത്ത് ഓരോ സാധനങ്ങളൊക്കെ അവനിങ്ങനെ ഉണ്ടാക്കി വയ്ക്കും. അതിങ്ങനെ പോയി തട്ടും, ഇതിങ്ങനെ പോയി തട്ടും. അപ്പൊ നാട്ടുകാർക്കെല്ലാം ഇപ്പൊ അറിയാം പാവം ബുദ്ധിയില്ലാത്തവരെ ചെറുക്കനല്ലേ, അതുകൊണ്ട് അവൻ എന്ത് ചെയ്തിട്ട് എന്തെങ്കിലും വെച്ച് കളിച്ചോണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ സാധനങ്ങളെല്ലാം കൊണ്ട് കൊടുക്കും. അമ്മ ഒരു ദിവസം പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ച, ആകപ്പാടെയുള്ള ഒരൊറ്റ മുറി വീട് മുഴുവനും ഈ പയ്യന്റെ ആക്രി സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്നു. അയ്യോ പൊന്നു മോനെ, അതാണ്ട് ആട്ടിൻകുട്ടി ചത്തുപോയതുകൊണ്ട് വെറുതെ കിടക്കുന്ന തൊഴുത്തില്ലേ, ഇവിടെ ഇതെല്ലാം കൊണ്ടുപോയി അവിടെ ഇരുന്ന് കളിച്ചു വന്നു പറഞ്ഞ് ഇതെല്ലാം വാരിയെടുത്ത് അവിടെ കൊണ്ടിട്ടു. അവന്റെ ലോകം അവിടെയായി. 10 മിനിറ്റിൽ എൻ്റെ പ്രസംഗം നിർത്തണം. അവിടെ ഞാൻ ടോമിനെ പറ്റി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആ ദിവസം വന്നെത്തി. ടോം വളർന്നു. ഇന്ന് രാവിലെ വർത്തമാന പത്രങ്ങളിലും അവിടുത്തെ മാധ്യമങ്ങളിലും വാർത്ത വന്നു. ആ വാർത്ത കേട്ടിട്ട്
ടോമിനെ തിരക്കി അവന്റെ നാട്ടിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരുന്നു. ആ ഗ്രാമത്തിന്റെ പ്രവേശന കവാടത്തിൽ ആളുകൾ ചോദിച്ചു, ഈ തോമസ് എന്ന് വിളിക്കുന്ന ടോമിന്റെ വീട് എവിടെയാണ്? പുള്ളിക്കാരനെ ഞങ്ങൾക്ക് കാണണം, പുള്ളി ഒരു ശാസ്ത്രജ്ഞനാണ് എന്ന് പറഞ്ഞു. നാട്ടുകാർ പറഞ്ഞു, ടോം എന്ന് വിളിക്കുന്ന തോമസ് ഒരുത്തനുണ്ട്, അവൻ ശാസ്ത്രജ്ഞനൊന്നുമല്ല, ആക്രിയൊക്കെ പറക്കി അവിടെ വെച്ചുകൊണ്ട് കളക്കുന്ന ഒരു പൊട്ടൻ ചെറുക്കനാണ് എന്ന് പറഞ്ഞു. പക്ഷേ ആ വാക്ക് പൂരിപ്പിക്കാൻ ആരെയും സമ്മതിച്ചില്ല. ഈവൻ പൊട്ടനാണെന്ന് പറഞ്ഞ അതേ ആളുകളുടെ വായിൽ നോക്കി, അതേ ആളുകളുടെ മുഖത്ത് നോക്കി വന്നവർ പറഞ്ഞു, ഞങ്ങൾ കാണാൻ വന്നത് നിങ്ങൾക്കറിയാവുന്ന ഏതോ തോമസിനെയോ ടോമിനെയോ തിരക്കല്ല, ഞങ്ങൾ വന്നത് വൈദ്യുത തരംഗങ്ങളെ കാന്തിക തരംഗങ്ങളും, കാന്തിക തരംഗങ്ങളെ പ്രകാശ തരംഗങ്ങളും, പ്രകാശ തരംഗങ്ങളെ നിലനിൽക്കുന്ന ഫിലമെന്റിലൂടെ കടത്തിവിട്ട് ലോകത്തിലെ ആദ്യത്തെ പ്രകാശദാതാവിനെ കാണാൻ ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. വന്നവർ ഓടി ടോമിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ആ പഴയ ആട്ടിൻകുട്ടി ചത്തുപോയ ആ തൊഴുത്തിനകത്തിരുന്ന് ഒരു ബൾബ് ഇങ്ങനെ കത്തിച്ചു പിടിച്ചിട്ട് യുറേക്ക, ഞാൻ കണ്ടെത്തി എന്നും പറഞ്ഞ് സന്തോഷത്തോടുകൂടെ ടോം തുള്ളിച്ചാടുന്നു. നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യണം. 900-ലധികം പേറ്റന്റ് സ്വന്തമായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞന്റെ പേരാണ് തോമസ് ആൽവ എഡിസൺ. നിങ്ങൾ ഇന്നൊരു കാര്യം മനസ്സിലാക്കണം, തോമസ് ആൽവ എഡിസൺ 5ാം ക്ലാസ് കഴിഞ്ഞ് 6ാം ക്ലാസ്സിലോട്ട് പഠിച്ചിട്ടില്ല. തോമസ് ആൽവ എഡിസൺ ഈ കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ നടത്തുമ്പോഴും അദ്ദേഹത്തിന്റെ ചെവിക്ക് പൂർണ്ണ കേൾവി ശക്തിയില്ല. രസകരമായി അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിക്കിളിൽ ഞാൻ അദ്ദേഹത്തെ പറ്റി എഴുതിയ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞത്, ബാങ്കിൽ പൈസ എടുക്കാൻ പോയിട്ട് ഒപ്പിട്ടതിന് ശേഷം, തോമസ് ആൽവ എഡിസൺ എന്ന് ഒപ്പിട്ടതിന് ശേഷം ഇങ്ങനെ എണ്ണി നോക്കുന്നു എല്ലാ അക്ഷരങ്ങളും ഉണ്ടോ. ആര്? 900-ലധികം കണ്ടുപിടുത്തം നടത്തിയ മനുഷ്യൻ. കാരണം പ്രാഥമിക വിദ്യാഭ്യാസം അത്രയേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഇംഗ്ലണ്ടിലെ രാജ്ഞി ഇദ്ദേഹത്തിന് ഒരു സർ പദവി കൊടുക്കാനായിട്ട് ഒരു വിരുന്നൊരുക്കി. എല്ലാ ശാസ്ത്രജ്ഞന്മാരും പങ്കെടുക്കുന്ന വലിയ വേദിയിൽ വെച്ച് രാജ്ഞി തോമസിനോട് ചോദിച്ചെന്ന്, തോമസ്, ഞങ്ങൾക്കൊരു കാര്യം അറിയാൻ ആഗ്രഹമുണ്ട്. എന്തെന്നറിയാമോ? നിങ്ങളുടെ കണ്ടുപിടുത്തങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരമെന്ന് തോന്നുന്ന കണ്ടുപിടുത്തം എന്താണ്? ഏറ്റവും ഹൃദയത്തോട് നിങ്ങൾ ചേർത്ത് വെക്കുന്ന കണ്ടുപിടുത്തം എന്താണ്? ചിലർ പറഞ്ഞു ഉറപ്പായിട്ടും അയാൾ ബൾബിന്റെ കാര്യം തന്നെ പറയും. ചിലർ പറഞ്ഞു ഇല്ല, അയാൾ ഉറപ്പായിട്ടും കമ്പിയുടെ കാര്യം പറയും. ചിലർ പറഞ്ഞു ഇല്ല, അയാൾ ഉറപ്പായിട്ടും ഡൈനോമോയ്ക്ക് മുൻപ് അദ്ദേഹം ഒരു സാധനം ഉണ്ടാക്കി, വൈദ്യുതി ഉണ്ടാക്കുന്ന, അതിനെപ്പറ്റി പറയുമെന്ന് വിചാരിച്ചു. ഇങ്ങനെ പലതും അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളെ പറ്റി പറയുമെന്ന് വിചാരിച്ച് കാത്തിരുന്നപ്പോൾ തോമസ് എഴുന്നേറ്റ് പറഞ്ഞെന്ന്, ഞാൻ കണ്ടുപിടിച്ച ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്തെന്നറിയാമോ? ഞാൻ യേശുവിനെ കണ്ടെത്തി എന്നുള്ളതാണ്. ഒരു നിമിഷം എല്ലാവരും എഴുച്ചു നിൽക്കുക. എന്റെ മക്കൾ യേശുവിനെ കണ്ടെത്തുന്ന മക്കളായിരിക്കണമെന്ന് മാതാപിതാക്കളും, മറ്റൊന്നും കണ്ടുപിടിച്ചില്ലെങ്കിലും ഞങ്ങൾ യേശുവിനെ കണ്ടുപിടിക്കുന്ന മക്കളായിരിക്കുമെന്ന് മക്കളും തീരുമാനിക്കുമ്പോൾ അവിടെയാണ് വീരന്റെ കയ്യിൽ അസ്ത്രങ്ങളായി നാം രൂപാന്തരപ്പെടുന്നത്. ആ കരങ്ങളൊക്കെ ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും എല്ലാം ചേർന്ന് പറയണം, അപ്പാ, ഇന്ന് അങ്ങയെ കണ്ടുപിടിക്കുവാൻ, അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ, അങ്ങയുടെ ഹൃദയം മനസ്സിലാക്കി ജീവിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. പപ്പമാരെ, അമ്മമാരെ, പറഞ്ഞോ, നിങ്ങളുടെ സ്വപ്നം യേശുവിനോടൊപ്പം മക്കൾ വളരുക എന്നതായിരിക്കട്ടെ. യേശുവിനോടൊപ്പം, ദൈവത്തോടൊപ്പം മക്കൾ വളരുക എന്നുള്ളതായിരിക്കട്ടെ. എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ ആവശ്യം നിറവേറ്റിയതിനാലല്ല, എനിക്കായി മരിച്ചതിനാ ഞാൻ എന്നും അങ്ങേ ആരാധിച്ചിടും. ക്രിസ്തീയ കുടുംബങ്ങളിൽ ജനിച്ച എല്ലാവരും ചേർന്ന് പാടുക. എനിക്കായി മരിച്ചതിനാ ഞാൻ എന്നും അങ്ങേ ആരാധിച്ചിടും. ആ കരങ്ങളെ ഒന്ന് ഉയർത്തി, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യ.
ചേർന്ന് പാടാം. യേശുവേ ആരാധ്യനേ